നിങ്ങൾ പരസ്യമായി വെറുക്കുന്നവരോ നിങ്ങളോട് ശത്രുത ഉള്ളവരോ ഒന്നുമല്ല കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലന്മാർ. കാരണം അവർ ശത്രുക്കളാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ അവരെന്ന് മാറി നിൽക്കും. പക്ഷേ ഇതിലും മാരകമായ മറ്റൊരു ടൈപ്പ് ആളുകളുണ്ട്. നമ്മൾ ജയിക്കുമ്പോൾ അവർ മുന്നിൽ നിന്ന് കൈയടിക്കും. നല്ലൊരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയുമ്പോൾ കൂടെ ചിരിക്കും. ഞാൻ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാടാ എന്ന് തോള് കൈയിട്ട് പറയുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യമുണ്ട്, അവരുമായി സംസാരിച്ച് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുമ്പോൾ പണി പാളിയിട്ടുണ്ടാകും. നമ്മുടെ ഉള്ളിൽ ഒരു വല്ലാത്ത അസ്വസ്ഥതയായിരിക്കും. ഞാൻ ചെയ്തത് തെറ്റാണോ, എനിക്കിതിനൊക്കെ കപ്പാസിറ്റി ഉണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിച്ചു തുടങ്ങും. നമ്മൾ അത്രയും നേരം കൊണ്ടുവരുന്ന ആത്മവിശ്വാസം ഒറ്റയടിക്കങ്ങ് ഇല്ലാതാവും. ഫുൾ പോസിറ്റീവ് എനർജിയിൽ ആവേശത്തോടെ ആയിരിക്കും നമ്മളവരോട് സംസാരിക്കാൻ ചെല്ലുന്നത്. പക്ഷേ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ സകല എനർജിയും ഡ്രെയിൻ ഔട്ട് ആയിട്ടുണ്ടാകും. ഭാവിയെക്കുറിച്ചുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് മൊത്തം തീരും. നമ്മളാകെ ചെറുതായ പോലെ തോന്നും. കൂടെ നിൽക്കുന്നവൻ നമ്മളെ ശരിക്കും സപ്പോർട്ട് ചെയ്യുകയാണോ അതോ ഉള്ളിൽ കുശുമ്പും വെച്ച് നമുക്ക് പണി തരികയാണോ എന്ന് ഒറ്റ സെക്കൻഡിൽ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വഴിയുണ്ട്. ആ ഒരു സീക്രട്ട് സൈക്കോളജി എന്താണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. വീഡിയോ അവസാനം വരെ കാണുക. ചിലപ്പോൾ നിങ്ങളുടെ കൂടെയും ഇങ്ങനെ ഒരാളുണ്ടാകാം. ഒരു കഥ പറയാം. നിങ്ങളുടെ ദിവസവും വലിയൊരു ബക്കറ്റിൽ നിറയെ വെള്ളവുമായി ഒരു വലിയ മല കയറുകയാണ് വിചാരിക്കുക. നിങ്ങൾ വർഷങ്ങളോളമായിട്ട് ദിവസവും ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കരുത്ത് കൂടുന്നുണ്ട്, ശക്തി കൂടുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കുന്നു. മല കയറ്റം തുടരുന്നു. സംഭവം വഴി കുറച്ച് കടുപ്പാണെങ്കിലും നിങ്ങൾ എങ്ങനെയൊക്കെയോ മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. ഇനി നമുക്ക് സീനൊന്ന് മാറ്റി പിടിക്കാം. നിങ്ങളുടെ കൂടെ ഒരുത്തൻ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ. അവൻ നിങ്ങളെ കട്ടയ്ക്ക് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാടാന്ന് പറഞ്ഞ് സപ്പോർട്ട് തരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഇവിടെയുണ്ട്. നിങ്ങളറിയാതെ അവൻ നിങ്ങളുടെ ബക്കറ്റിൽ ചെറിയ ചെറിയ ഓട്ടകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയടിക്ക് നോക്കിയാൽ ആർക്കും മനസ്സിലാകാത്ത അത്രയും ചെറിയ തുളകൾ. ആ ബക്കറ്റിലെ വെള്ളവുമായി നിങ്ങൾ ഒരിക്കലും ആ മലമുകളിലെത്തില്ലെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള തുളകൾ. തുടക്കത്തിൽ നിങ്ങൾക്കൊരു കുഴപ്പമൊന്നും തോന്നില്ല. പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു പന്തികേട് വന്നു. നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും, ഇതെന്താ അപ്പോൾ സംഭവം? എൻ്റെ ആത്മവിശ്വാസമൊക്കെ ഇവിടെ പോയി. എൻ്റെ ഉള്ളിൽ ആവേശം എന്തുകൊണ്ട് അങ്ങനെ ചോർന്നു പോകുന്നത്? മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചൂടും എന്തുകൊണ്ടാണ് അപ്പോൾ ഇത്ര കടുപ്പുള്ളതായിട്ട് തോന്നുന്നത്? ചെയ്യുന്ന എന്താ ഒരു റിസൾട്ട് കിട്ടാത്തത്? ഇതുപോലെയാണ് നമ്മുടെ കൂടെയുള്ള ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കൾ പ്രവർത്തിക്കുന്നത്. അവർ നേർക്കുനേരം ഒന്നും നമ്മൾ ശ്രദ്ധിക്കില്ല, നേരിട്ട് ആക്രമിക്കുകയില്ല. പകരം മാസങ്ങളോളവും വർഷങ്ങളോളവും നമ്മൾ മാനസികമായി തളർത്തുന്ന ചെറിയ ചെറിയ വാക്കുകളോ പ്രവൃത്തികളോ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ വീഡിയോ തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ അസൂയയുള്ള ഒരുത്തനും ഒരിക്കലും അതേ കാലം അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റാത്ത ആ ഒരു ഭാവം അല്ലെങ്കിൽ കുറച്ച് ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ ഒരൊറ്റ തവണ തിരിച്ചറിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കൂടെയുള്ള ചില ടൈപ്പ് ആളുകൾ നിങ്ങൾ കാണുന്ന രീതി തന്നെ അങ്ങ് മാറും, ഉറപ്പാണ്. ഒന്നാമത്തെ ലക്ഷണമാണ്, നിങ്ങളുടെ വളർച്ച കാണുമ്പോൾ അവർക്കുള്ളിലൊരു അസ്വസ്ഥത തുടങ്ങും. സംഭവം ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു കളി കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരുമ്പോൾ കൂടെയുള്ളവർ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും അവർ പറയുന്ന വാക്കുകൾ മാത്രമാണ് കേൾക്കാറുള്ളത്. പക്ഷേ വാക്കുകൾ ആർക്ക് വേണമെങ്കിലും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അഭിനയിച്ച് ഫലിപ്പിക്കാം. എന്നാൽ ഒരാളുടെ എനർജിയും വൈബും ഒരിക്കലും അങ്ങനെ ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല. നിങ്ങളെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളോട് നിങ്ങളുടെ ഒരു വിജയം പറയുമ്പോൾ അവർക്ക് നിങ്ങളെക്കാൾ വലിയ ആവേശമായിരിക്കും. അവർ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയും. നിങ്ങളുടെ കൂടെ ഇരുന്ന് ആഘോഷിക്കും. നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജയം കാണുമ്പോൾ അവൻ്റെ മുഖത്ത് വരുന്നത് ഒറിജിനൽ ചിരിയായിരിക്കും. പക്ഷേ ഈ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളുടെ റിയാക്ഷൻ വേറെ ലെവലായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലിയിൽ പ്രൊമോഷൻ കിട്ടിയെന്ന് വിചാരിക്കും. അവരുടനെ തന്നെ പറയും, അയ്യോ ഇനിയിപ്പോൾ ഭയങ്കര തലവേദന സ്ട്രെസ് ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കും. ഇനി നിങ്ങൾ കഷ്ടപ്പെട്ട് ഡയറ്റൊക്കെ ചെയ്ത് ബോഡിയൊക്കെ ഒന്ന് ഫിറ്റാക്കിയെന്ന് വിചാരിക്കാം. അവർ നിങ്ങളുടെ മാറ്റത്തെ അഭിനന്ദിക്കുന്നതിന് പകരം മുഖം കറുത്തുവല്ലോ, കവളൊക്കെ ഒട്ടിപ്പോയി, പഴയ ലുക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് കുറ്റം കണ്ടുപിടിക്കാൻ നോക്കും. നിങ്ങൾ പുതിയൊരു ബിസിനസ്സോ പ്രൊജക്റ്റോ തുടങ്ങാൻ പോവുകയാണെങ്കിൽ അതിൽ വരാൻ പോകുന്ന സകല പരാജയങ്ങളെക്കുറിച്ചും ക്ലാസ് എടുക്കാൻ അവർ പെട്ടെന്നൊരു വലിയൊരു എക്സ്പേർട്ടായിട്ട് മാറും. ഇവിടെ നിങ്ങളൊരു കാര്യം സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കണം. അവരൊരിക്കലും നിങ്ങളുടെ വിജയത്തെ നേരിട്ട് തള്ളിപ്പറയില്ല. പകരം ആ വിജയത്തിൻ്റെ മാറ്റവും പ്രാധാന്യമൊക്കെ കുറച്ച് കാണിക്കാൻ നോക്കും. അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഈ നെഗറ്റിവിറ്റി മൊത്തം നിങ്ങളോടുള്ള വലിയ സ്നേഹവും കരുതലൊക്കെ ആണെന്ന് വരുത്തി തീർക്കും. അവർ സ്ഥിരമായിട്ട് പറയുന്ന ചില ഡയലോഗുണ്ട്. ഞാൻ ഒരു യാഥാർത്ഥ്യം പറഞ്ഞതല്ലോ കേട്ടോ, എനിക്ക് ഇതിനകത്ത് വിഷമമുള്ളതുകൊണ്ടാട്ടോ ഇങ്ങനെ പറയുന്നത്, പിന്നീട് എനിക്ക് നിരാശ വരുന്നതിന് കരുതി അങ്ങനെയൊക്കെ പറയുന്നത്. ചിലപ്പോൾ ഈ വശക്കേട് ശരിക്കുള്ള കരുതലായിരിക്കും. പക്ഷേ പലപ്പോഴും അസൂയ എന്ന വില്ലൻ കരുതലെന്ന മാസ്ക് ഇട്ട് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കാരണം നിങ്ങളുടെ വളർച്ച കാണുമ്പോൾ അവർക്ക് അവരുടെ സ്വന്തം പരാജയങ്ങളെ ഓർത്ത് ഒരു ഭയം വരും, ഒരു പേടി വരും. അത് നേരിടാൻ എല്ലാവർക്കും കഴിയില്ല. തങ്ങൾ എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് സ്വയം ചിന്തിക്കുന്നതിനേക്കാൾ അവർക്ക് എളുപ്പം നിങ്ങളുടെ സ്പീഡ് എങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കുന്നതാണ്. അതുകൊണ്ട് അവർ നിങ്ങളെ പിന്നോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. പലരും ജീവിതത്തിൽ നല്ല ഒന്നാന്തരം പണി കിട്ടി മാത്രം പഠിക്കുന്ന ഒരു കൈപ്പുഴ സത്യമുണ്ട്. നമ്മുടെ കൂടെയുള്ള ചിലർക്ക് നമ്മൾ ജയിക്കണമെന്നൊക്കെ കാണും. പക്ഷെ നമ്മൾ അവരെക്കാൾ ഒരു പടി മുകളിൽ പോകുന്നത് അവർക്കൊരിക്കലും താങ്ങാൻ പറ്റില്ല. രണ്ടാമത്തെ ലക്ഷണമാണ് പുകഴ്ത്തുന്ന പോലെ തോന്നിപ്പിച്ച് നമ്മുടെ മണ്ട കൊട്ടുന്ന ആളുകൾ. അതായത് ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെന്റ് വിദഗ്ധർ. നമ്മുടെയൊക്കെ കൂടെയുള്ളവരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ലക്ഷണമാണിത്. നമ്മൾ ആകെ കൺഫ്യൂഷനിലാക്കുക എന്നാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം.
കാരണം പുറമേ കേൾക്കുമ്പോൾ നല്ലൊരു അഭിനന്ദനമായി അല്ലെങ്കിൽ കോംപ്ലിമെൻ്റ് ആയിട്ടൊക്കെ തോന്നും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ തളർത്താനുള്ള വിഷം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും. ഇവന്മാരുടെ ചില സ്ഥിരം ഡയലോഗുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പറയാം, നീ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, സത്യം പറയാം നീ ഇവിടെ വരെ എത്തുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല, ഈ അടുത്തായിട്ട് നിനക്ക് ഭയങ്കര ആത്മവിശ്വാസമൊക്കെ ആണല്ലോ, എന്താ ഉദ്ദേശം, നീ അങ്ങ് മാറിപ്പോയാളിയാ, പഴയ ആളെയല്ല, നിൻ്റെ ഒക്കെ ഒരു ഭാഗ്യം, നമുക്കൊന്നും ആ ഭാഗ്യം കിട്ടിയില്ല. തുടക്കത്തിൽ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നും തോന്നില്ല. പക്ഷെ അതിനുശേഷം നിങ്ങളുടെ മനസ്സിന് എന്ത് സംഭവിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഒരു യഥാർത്ഥ അഭിനന്ദനം കേട്ടാൽ നമ്മുടെ ഉള്ളിൽ നല്ലൊരു ആവേശവും സന്തോഷമൊക്കെ വരും. എന്നാൽ സ്നേഹത്തിൻ്റെ മാസ്ക് ഇട്ട ഇത്തരം അപമാനങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വല്ലാത്ത അസ്വസ്ഥതയും സംശയമൊക്കെ വരും. ആ ഒരു അസ്വസ്ഥത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ഇവന്മാരുടെ മെയിൻ അജണ്ട. കാരണം കൂടെയുള്ള ഈ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കൾ ഒരിക്കലും നിങ്ങളുടെ ആത്മവിശ്വാസം ഒറ്റ രാത്രി കൊണ്ട് തകർക്കാൻ നോക്കില്ല. പകരം അവരതിനെ പതുക്കെ പതുക്കെ ദുർബലപ്പെടുത്തും. കുറേശ്ശെ ആയിട്ട് ഓരോ കമൻറ്റുകളിലൂടെ, ഓരോ തമാശകളിലൂടെ അവസാനം നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ സംശയിക്കാൻ തുടങ്ങും. അങ്ങനെ സംഭവിക്കുന്ന ഓരോ തവണയും നമ്മൾ നേരത്തെ പറഞ്ഞ ആ വെള്ളത്തിൻ്റെ ബക്കറ്റിൽ മറ്റൊരു ചെറിയ ഓട്ട കൂടി വീണുകൊണ്ടിരിക്കുകയാണ്. പലരും സ്വന്തം ലൈഫ് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കിടിലൻ കഥ പറയാം. ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവൻ്റെ കൂടെ എപ്പോഴും കട്ടക്ക് നിൽക്കുന്ന ജീവനാണെന്ന് പറയുന്ന കുറേ ചങ്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ ദിവസവും സംസാരിക്കും, വീക്കെൻഡുകളിൽ ഒരുമിച്ച് അടിച്ചു പൊളിക്കും, പരസ്പരം മാത്രം മനസ്സിലാവുന്ന ഒരുപാട് തമാശകൾ പറഞ്ഞിരിക്കും. അങ്ങനെ ഒരുമിച്ച് ജീവിച്ച കുറേ കൂട്ടുകാർ. അങ്ങനെ ഇരിക്കെ ആ ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ച ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങി തിരിക്കാൻ തീരുമാനിച്ചു. തുടക്കത്തിൽ എല്ലാവരും നല്ല കട്ട സപ്പോർട്ടാണെന്നാണ് തോന്നിയത്. പക്ഷേ അവൻ തന്നെ പ്ലാനുകളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കൂട്ടുകാർക്കിടയിൽ ചില തമാശകളൊക്കെ തുടങ്ങി. നേരിട്ടുള്ള കളിയാക്കലൊന്നും ആയിരുന്നില്ല, ആരും വേണ്ടാന്ന് ഡയറക്റ്റായിട്ട് പറഞ്ഞുമില്ല. പകരം വളരെ ചെറിയ രീതിയിലുള്ള ചില കമൻറ്റുകൾ. ഇത് എത്ര ദിവസം ഉണ്ടാവും നമുക്ക് നോക്കാം, ഈ ഒത്തിരി ഒന്നും ആവേശപ്പെടുമൊന്നും വേണ്ട കേട്ടോ, ഈ അടുത്തായിട്ട് വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ആണല്ലോ ബോസ്, ഒന്നുകൂടി ആലോചിച്ചിട്ട് ചെയ്തോട്ടോ അതൊക്കെ, പിന്നെ കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർ ചിരിക്കും, കൂടെ അവനും ചിരിക്കും. കാരണം നമ്മളൊക്കെ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണിത്. ഉള്ളിൽ തോന്നുന്ന ആ ഒരു വശക്കേട് നമ്മൾ മൈൻഡ് ചെയ്യില്ല. ഞാൻ വെറുതെ ഓവറായി ചിന്തിക്കുന്നതാണ്, അവന്മാർ തമാശക്ക് പറഞ്ഞല്ലേ എന്ന് നമ്മളെ തന്നെ പറഞ്ഞു വിശ്വസിപ്പിക്കും. മാസങ്ങൾ കടന്നുപോയി. ഒടുവിൽ അവിടെ ഒരു വിചിത്രമായ സംഭവം നടന്നു. അവൻ തൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് അവരോട് സംസാരിക്കുന്ന പതുക്കെ നിർത്തി. തൻ്റെ പുരോഗതികൾ പങ്കുവയ്ക്കാതായി, വിജയങ്ങൾ ആഘോഷിക്കാതായി. സ്വന്തം ജീവിതത്തിലെ പല നല്ല കാര്യങ്ങളും അവൻ അവരിൽ നിന്ന് ഒളിപ്പിച്ച് വെക്കാൻ തുടങ്ങി. അത് പുറമേ നേരം ഒന്നും കുറ്റം പറഞ്ഞുകൊണ്ടായിരുന്നില്ല, പകരം തൻ്റെ കൂടെയുള്ളവർ തന്നെ അവൻ ആ ഒരു അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ ആ വലിയ സത്യം തിരിച്ചറിഞ്ഞു. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വലിയ കാര്യം നേടുമ്പോൾ അവന് ഭയങ്കര സന്തോഷം തോന്നും. പക്ഷേ ആ ഒരു സന്തോഷം ഈ പറയുന്ന ചില സുഹൃത്തുക്കളോട് പങ്കുവെക്കുന്ന ആ അടുത്ത സെക്കൻഡിൽ അവൻ്റെ ഉള്ളിലെ ആവശ്യം മൊത്തമായിട്ട് അങ്ങ് ഇല്ലാതാകും, ആകെ നെഗറ്റീവ് അടിക്കും. അപ്പോഴാണ് അവൻ ആ കാര്യം മനസ്സിലായത്. അവൻ്റെ ജീവിതത്തിലുള്ള എല്ലാവരും അവൻ തോറ്റു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല, പക്ഷേ അവൻ ഒരുപാട് അങ്ങ് വളർന്നു പോകുന്നത് കാണാൻ അവർക്ക് താല്പര്യമില്ല. തനിക്ക് ഒരിക്കലും നല്ല സപ്പോർട്ട് തരാൻ കപ്പാസിറ്റി ഇല്ലാത്ത ആളുകളിൽ നിന്നും അംഗീകാരം അല്ലെങ്കിൽ വാലിഡേഷൻ പ്രതീക്ഷിക്കുന്നത് അവൻ എന്നാണ് നിർത്തിയത്, അന്ന് അവൻ്റെ ലൈഫ് മൊത്തമായിട്ട് മാറി മറിഞ്ഞു. അവൻ്റെ നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസം തിരികെ വന്നു. ഉള്ളിലെ ആവേശം ഇരട്ടിയായി. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അവൻ ചുമന്നിരുന്ന ആ വെള്ളത്തിൻ്റെ ബക്കറ്റിലെ ഓട്ടകൾ വഴി വെള്ളം ചോരുന്നത് പൂർണ്ണമായിട്ട് നിന്നു. മൂന്നാമത്തെ ലക്ഷണമാണ് നിങ്ങളുടെ സകല എനർജിയും ഊറ്റിയെടുക്കുന്ന വില്ലന്മാർ. ഇവർ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവരുമായി സമയം ചിലവഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, എന്ത് ഫീൽ ചെയ്യുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. നിങ്ങളുടെ ലൈഫിലുള്ള ആളുകളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ചിലരുമായി സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി വരും അല്ലേ, ഒരു പുതിയ ആവേശവും മോട്ടിവേഷനൊക്കെ തോന്നും, മൈൻഡ് ഫുള്ളായിട്ടും ക്ലിയർ ആകും. എന്നാൽ മറ്റു ചിലരുണ്ട്, അവരുമായി സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളാകെ എക്സോസ്റ്റഡ് ആവും. ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷനും ദേഷ്യവും തലവേദനയൊക്കെ വന്ന് മനസ്സാകെ ഭാരമുള്ളതായിട്ട് മാറും. ഹെൽത്തി ആയിട്ടുള്ള നല്ല ബന്ധങ്ങൾ എപ്പോഴും നമുക്ക് എനർജി തരും. എന്നാൽ വിഷമുള്ള ഇത്തരം ടോക്സിക് ബന്ധങ്ങൾ നമ്മുടെ ഉള്ളിൽ എനർജി മൊത്തമായിട്ട് അങ്ങ് ഊറ്റിയെടുക്കും. ഒരാളുടെ സംസാരിച്ച് പിരിയുമ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് മാനസികമായ വലിയൊരു തളർച്ചയോ മൂഡ് ഓഫോ ആണ് തോന്നുന്നതെങ്കിൽ അവിടെ കളിയൊന്നും മാറ്റണം. ആ ഒരു ഫീലിംഗ് നിങ്ങളുടെ വീക്ക്നെസ് അല്ല, മറിച്ച് നിങ്ങളുടെ ശരീരം തരുന്ന ലൈവ് അലേർട്ടാണ്. നിങ്ങളുടെ മനസ്സ് ചിലപ്പോൾ അവരെ ന്യായീകരിക്കാൻ കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടാവും. അവൻ പാവാണ്, ഇതിന് ഇഷ്ടമുള്ളതുകൊണ്ടാണ് നിനക്ക് പറയുന്നത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ നിങ്ങളുടെ ശരീരം ഇതിനകം തന്നെ നിങ്ങൾക്ക് അസല് സത്യം പറഞ്ഞു തന്നിട്ടുണ്ട്. പണി വരുന്നത് എവിടെ നിന്നാണെന്ന് ശരീരം കാണിച്ചു തരുമ്പോൾ കണ്ണടിച്ചിരിട്ടാക്കരുത്. ഇനി നമുക്ക് വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. കൂടെ നടക്കുന്ന ഒരാൾ നമ്മളെ മനസ്സറിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നവരാണോ അതോ പണി തരാൻ നോക്കുന്നവരാണോ എന്ന് ഒറ്റയടിക്ക് തിരിച്ചറിയാനുള്ള ആ ഒരു കിടിലൻ വിദ്യ എന്താണ്? സംഭവം സിമ്പിളാണ്. നിങ്ങൾ ജയിച്ച് നിൽക്കുമ്പോൾ ഇവന്മാരുടെ റിയാക്ഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മതി. നിങ്ങൾ തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോഴല്ല, നിങ്ങൾക്ക് നല്ല ഒന്നാന്തരം പണി കിട്ടിയിരിക്കുമ്പോഴല്ല, മറിച്ച് നിങ്ങളുടെ ലൈഫിൽ എല്ലാം സൂപ്പറായി നടക്കുമ്പോൾ കൂടെയുള്ളവൻ എങ്ങനെ പെരുമാറുന്നു നോക്കണം. നിങ്ങൾക്ക് വലിയൊരു ഭാഗ്യമോ അല്ലെങ്കിൽ അവസരങ്ങളോ വരുമ്പോൾ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഒരു റിസൾട്ട് കിട്ടി നിങ്ങളും മാസമായി തിളങ്ങി നിൽക്കുമ്പോൾ അവൻ്റെ ആ മുഖഭാവം ശ്രദ്ധിക്കുക.
കാരണം നമ്മൾ കഷ്ടപ്പാടിലും തോൽവിയിലും കിടക്കുമ്പോൾ നമ്മളോട് വലിയ സ്നേഹവും സാധാപൊക്കെ ഉള്ള പോലെ അഭിനയിക്കാൻ ഈ ലോകത്ത് ആർക്കും വലിയ പാടില്ല. കണ്ണുടയ്ക്കാൻ ആർക്കും വരാം. പക്ഷെ നമ്മൾ വലിയൊരു വിജയം നേടി ടോപ്പിൽ നിൽക്കുമ്പോൾ ഉള്ളിൽ ഒരിത്തിരി പോലും കുശുമ്പും അസൂയയും ഇല്ലാതെ മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ ഈ കൂടെ നടക്കുന്ന എത്ര പേർക്ക് പറ്റും? വളരെ കുറച്ച് പേർക്ക് മാത്രം. സക്സസ് എന്ന് പറയുന്നത് കൂടെയുള്ളവൻ്റെ ഒറിജിനൽ ക്യാരക്ടർ പുറത്തു കൊണ്ടുവരുന്ന ഒരു സ്കാനറാണ്. നിങ്ങളുടെ വളർച്ച കണ്ട് അവർക്ക് ഭയങ്കര സന്തോഷവും ആവേശവും ഒക്കെയാണ് വരുന്നത്, അതോ ഉള്ളിൽ അവരുടെ കസേര ഇളകുന്ന പോലെയുള്ള ഒരു ഭയമാണോ വരുന്നത് എന്ന് ഒരൊറ്റ സെക്കൻഡിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ ഈ ലോകത്തുള്ള എല്ലാവർക്കും യോഗ്യതയില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് അറിയാനും എല്ലാവരെയും അനുവദിക്കരുത്. നിങ്ങളുടെ സുന്ദരമായ ഭാവിക്ക് മുന്നിലിരുന്ന് കളി കാണാൻ എല്ലാവർക്കും ടിക്കറ്റ് എടുത്തു കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ ജയിക്കുമ്പോൾ മനസ്സ് കൊണ്ട് സന്തോഷിക്കുന്നത് ആരാണെന്ന് മാത്രം ശ്രദ്ധിക്കുക. നിങ്ങളെ കൂടുതൽ പവർഫുൾ ആക്കാൻ ആർക്കാണ് പറ്റുന്നതെന്ന് നോക്കുക. നിങ്ങൾ ഉയരങ്ങളിലേക്ക് വളരുന്നത് കാണാൻ ഉള്ളറിഞ്ഞ് ആഗ്രഹിക്കുന്നത് ആരാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ വളർച്ച കണ്ട് സന്തോഷിക്കുന്നവർ ആരാണ് തിരിച്ചറിയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈഫുമായി കണക്റ്റ് ആയെങ്കിൽ താഴെ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും തീർച്ചയായിട്ടും പറയുക. ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമായി വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.